സസ്പെൻഷനിലായ എൻ പ്രശാന്ത് IAS പിന്തുണച്ച് അദ്ദേഹത്തിൻ്റെ കുറേ ജീവനക്കാർ രംഗത്ത് വന്നു. എൻ പ്രശാന്തിനെ കാംകോ MD ആയി തന്നെ നിയമിക്കണം എന്നാണ് ഇപ്പോൾ അവരുടെ ആവശ്യം. 468 ജീവനക്കാർ ഒപ്പിട്ട ഭീമൻ പരാതി ജീവനക്കാർ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തു. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്. സലീം, ശരിക്കും എൻ പ്രശാന്ത് IAS അനുകൂലമായിട്ടാണോ ഈ ജീവനക്കാർ മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുന്നത്? ഒരു അച്ചടക്ക ലംഘനമായിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? ഗുഡ് മോർണിംഗ്. നിലവിൽ ഈ ഉദ്യോഗസ്ഥർക്കിടയിലും സർക്കാരിനും എൻ പ്രശാന്ത് IAS അഭിമതനാണോ അനഭിമതനാണോ എന്ന ചർച്ചയൊക്കെ നടക്കുകയാണ്. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന വകുപ്പിൽ കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയാണ് നിലവിൽ. അതിൽ തന്നെ അതിനിടയിൽ കഴിഞ്ഞ 2.5 മാസം മുമ്പാണ് കാംകോ, അതായത് കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ, സംസ്ഥാന കൃഷി വകുപ്പിന്റെ തന്നെ കീഴിലുള്ള ഒരു വകുപ്പാണ്, അതിന്റെ കൂടി അധിക ചുമതല അദ്ദേഹത്തിന് നൽകിയത്. ആ വകുപ്പിൽ കാംകോയിൽ എൻ പ്രശാന്ത് വലിയ ജനകീയനാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം 468 പേർ ആ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഏറെക്കുറെ മുഴുവൻ പേരും ഒപ്പിട്ടൊരു ഭീമൻ പരാതിയാണ് എൻ പ്രശാന്തിനായി മുഖ്യമന്ത്രിക്കായി ഇപ്പോൾ പോയിരിക്കുന്നത്. അതിൽ പറയുന്ന ആവശ്യം, ഈ ഉദ്യോഗസ്ഥർ ഈ എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത നടപടി അവർ അതിനെ എതിർക്കുന്നോ അതിനെ ചോദ്യം ചെയ്യുന്നോ ഒന്നുമില്ല. പക്ഷേ തിരികെ നിയമിക്കുമ്പോൾ കാംകോയുടെ MD ആയി തന്നെ പുനർനിയമിക്കണം എന്നുള്ളതാണ് ജീവനക്കാരുടെ ആവശ്യം. അവർ ആ കത്തിൽ തന്നെ പറയുന്നത്, കോവിഡ് മൂലം വലിയ പ്രതിസന്ധിയിലായിരുന്നു കാംകോയും അവിടെയുള്ള ജീവനക്കാരും. 2.5 മാസം മുൻപ് മാത്രമാണ് എൻ പ്രശാന്ത് ആ വകുപ്പിലേക്ക് അതിന്റെ അധിക ചുമതലയുമായി വന്നത്. പക്ഷേ അതിനുശേഷം ആ വകുപ്പിനെ ഏറ്റവും നന്നാക്കാനുള്ള ഇടപെടലുകൾ സജീവമായി 2.5 മാസം കൊണ്ട് തന്നെ നടത്തുകയും ആത്മാർത്ഥമായി പ്രവർത്തനം നടത്തുകയും ചെയ്തയാളാണ് എൻ പ്രശാന്ത്. അതുകൊണ്ട് അദ്ദേഹത്തെ ആ വകുപ്പിൽ തന്നെ പുനർനിയമിക്കണം. പുനർനിയമിക്കുന്നതോടുകൂടി കാംകോയ്ക്ക് വലിയ ഉണർവുണ്ടാകും എന്നുള്ളതാണ് ഈ 468 പേർ ഒപ്പിട്ടിരിക്കുന്ന ഭീമൻ പരാതിയിൽ, മുഖ്യമന്ത്രിക്കായി നൽകിയിരിക്കുന്ന ഭീമൻ പരാതിയിൽ പറയുന്നത്. ഒപ്പം തന്നെ ആ പരാതിയിൽ തന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ആളുകളും ഒപ്പിട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല സർക്കാർ അനുകൂല സംഘടനകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെ ആ പരാതിക്കാരിൽ ഒപ്പിട്ടിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ തന്നെ എൻ പ്രശാന്തിനെ അനുകൂലിച്ചുകൊണ്ട് അവിടെ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. അതിൽ CITU ഉൾപ്പെടെയുള്ള മുഴുവൻ സംഘടനകളും പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എല്ലാ സംഘടനകൾക്കും പ്രിയപ്പെട്ടവനാണ് കാംകോയിലെങ്കിലും